കേരള കോൺഗ്രസ് ബിയിലും കോൺഗ്രസിലും മറ്റ് വലതു സംഘടനകളിലും പ്രവർത്തിച്ചിരുന്ന 100ഓളം പേർ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് PC തോമസ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിൽ ചേർന്നതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോൺഗ്രസ് ബിയിലെ കുടുംബവാഴ്ചയും ഏകാധിപത്യ പ്രവണതയും കാരണം ആ പാർട്ടിയിൽ ഇനി തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് KTUCയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി രാജീവ്, യൂത്ത് ഫ്രണ്ടിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ചാലിയക്കര രാജേഷ്, പുനലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കുളത്തൂപ്പുഴ അനീഷ്, അഡ്വക്കേറ്റ് ഇവിടുത്തെ നിയോജക ട്രഷററായ അഡ്വക്കേറ്റ് സലിം, ഹനീഫ റാവുത്തർ, അങ്ങനെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അംഗം കുളത്തൂപ്പുഴ മാധവൻ പിള്ളച്ചേട്ടൻ, ഇവരെല്ലാം അവരുടെ കൂടെ 500-ൽ പരം പ്രവർത്തകരും കേരള കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സോളാർ തട്ടിപ്പ് തുടങ്ങിയ 100 കൂട്ടം കാര്യങ്ങൾ ചുറ്റിക്കിടക്കുന്ന UDF-നകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് പോലും ഈ കേരള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിലേക്ക് വരാൻ അവരെ പ്രേരിപ്പിച്ചത്. സോളാർ തട്ടിപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന UDF നേതാക്കന്മാരുമായി യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ പുറത്തേക്ക് പോകുന്നതെന്ന് പ്രവർത്തകർ പറഞ്ഞു. കേരള കോൺഗ്രസ് ബിയിലെ നേതാക്കന്മാരുമായി ധാരണയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് മൂലമാണ് തങ്ങൾ രാജിവെക്കുന്നതെന്ന് ബിയിൽ നിന്ന് പുറത്തെത്തിയവർ പറഞ്ഞു. അവരുടെ സ്വകാര്യ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ രീതിക്കനുസരിച്ച് നമ്മൾ വഴങ്ങി നിൽക്കണം എന്ന് പറയുമ്പോൾ അത് മാനസികമായി നമുക്കത് ഒത്തുപോകാൻ പറ്റില്ല. അതൊന്ന്. രണ്ടാമത് തന്നെ നമ്മുടെ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ദിനം പ്രതി ഉള്ള വാർത്ത. അപ്പൊ അത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മന്ത്രിയൊക്കെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി വരുന്ന ദിവസം തോറും ഇങ്ങനെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ജനങ്ങളെ ഫേസ് ചെയ്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ പാർട്ടിയുമായി സഹകരിക്കാൻ ഇപ്പോൾ സോളാർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് വാർത്ത അതും ഞങ്ങൾക്ക് അമർഷവും. അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ചിട്ടും രാജിവെക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന മുഖ്യമന്ത്രിയെ ഗവർണർ പുറത്താക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായ വിശ്വജിത്ത്, പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് S. രവീന്ദ്രൻപിള്ള, റജി ജോൺസൺ, അഡ്വക്കേറ്റ് TM സുനിൽ, KTUC ബി നിയോജകമണ്ഡലം പ്രസിഡന്റ് കുളത്തൂപ്പുഴ രാജീവ്, കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി അംഗം മാധവൻ പിള്ള, യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ചാലിയക്കർ രാജേഷ്, യൂത്ത് ഫ്രണ്ട് നിയോജകമണ്ഡലം ട്രഷറർ കുളത്തൂപ്പുഴ അനീഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സലിം KC, പുനലൂർ മണ്ഡലം സെക്രട്ടറി ഹനീഫ റാവുത്തർ, രജി തിളമ്പൽ തുടങ്ങിയവർ UDF-ൽ നിന്ന് പുറത്തു പോന്നവരിൽപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.